എടുത്തത്. അതിൽ ഫസ്റ്റ് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മാർക്കറ്റ് ഭയങ്കര ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്. ഏകദേശം 133 പോയിന്റ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് ഒരു റിവേഴ്സൽ പോലെ കണ്ടു. പിന്നെ ഇന്നലത്തെ ന്യൂസൊക്കെ ബേസ് ചെയ്തിട്ട് ഏകദേശം ദുബായിലൊക്കെ ഖത്തറിലൊക്കെ ഇറാന് ബോംബ് അഴിച്ചു അങ്ങനത്തെ ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് ബേസ് ചെയ്തിട്ട് ഇതൊരു മാനിപ്പുലേഷൻ ആണെന്നുള്ളൊരു ഒരു അസംഷനിൽ ഞാൻ ഇവിടുന്ന് ഒരു റിവേഴ്സൽ ക്യാൻഡിൽ കണ്ടപ്പോൾ ഇവിടുന്ന് പുട്ട് ബൈ ചെയ്തു. സ്റ്റോപ്പ് ലോസിന്റെ ഹൈ വെച്ചു. ടാർഗറ്റ് ഈ ഒരു ഡേ ഓപ്പണിംഗ് വെച്ചു. ഈസി ടാർഗറ്റ് ആയിരുന്നു. പെട്ടെന്ന് ഈസി ആയിട്ട് ടാർഗറ്റ് അടിച്ചു. അതിനുശേഷം മാർക്കറ്റ് ഡിമാൻഡ് ബിൽഡപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡിമാൻഡ് ബിൽഡപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ സപ്ലൈസ് ടേക്ക് ഡൗൺ ചെയ്യുന്നു. അതിനുശേഷം സപ്ലൈ ക്രിയേറ്റ് ചെയ്യുന്നു. ഡിമാൻഡിനെ ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റാതെ വീണ്ടും ഡിമാൻഡ് വന്നിട്ട് സപ്ലൈ സോണിനെ ടേക്ക് ഡൗൺ ചെയ്യുന്നു. അപ്പോൾ ഈ ഡിമാൻഡ് ടേക്കിംഗ് കൺട്രോൾ എന്നുള്ളൊരു അസംഷൻ എനിക്ക് വന്നു. അപ്പം ഞാൻ എൻ്റെ വ്യൂ കൺവേർട്ട് ചെയ്തിട്ട് ഓക്കെ ഇനി ലോങ് പോകാൻ, കാരണം ഇത്രയും ഈ സപ്ലൈ ബിൽഡപ്പ് എടുത്തു, ഈ സപ്ലൈ സോൺ ക്രിയേറ്റ് ചെയ്തു, അതിനെയും ഡിമാൻഡ് ബിൽഡപ്പ് എടുത്തു. അപ്പോൾ ഡിമാൻഡ് പിന്നെയും ക്രിയേറ്റ് ചെയ്യുന്നു, ഡിമാൻഡ് ഹൈ എടുക്കുന്നു, അതിനുശേഷം വീണ്ടും ഡിമാൻഡ് സപ്ലൈ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു എൻട്രി പുഷ് ചെയ്യാന്നുള്ളൊരു പ്ലാനിൽ ഈ ഡിമാൻഡ് ബിൽഡപ്പിൽ ഈ ഒരു ഡിമാൻഡ് ബിൽഡപ്പിനെ ടാപ്പ് ചെയ്തപ്പോൾ ഇവിടുന്ന് ഒരു എൻട്രി പുഷ് ചെയ്തു. ഈ ഒരു VIP ടാർഗറ്റ് ചെയ്തു. ഈ ഒരു VIP എൻട്രി പുഷ് ചെയ്തു. ഇൻസ്റ്റൻ്റ്ലി SL ബുക്ക് ചെയ്തു. ഏകദേശം 0.7% SL ബുക്ക് ചെയ്തു ഇവിടെ. അതിനുശേഷം ഓക്കെ അതൊരു സ്മോൾ ബിൽഡപ്പ് ആയതുകൊണ്ടുള്ളൊരു അത് സ്ട്രോങ് ബിൽഡപ്പ് ആയതുകൊണ്ട് അതിന് ചിലപ്പം ഹോൾഡ് ചെയ്യാൻ പറ്റാതെ താഴോട്ട് വന്നതാണെന്നുള്ളൊരു അസംഷനിൽ വീണ്ടും എൻ്റെ ലോങ് സൈഡിലോട്ടുള്ള വ്യൂ ആയതുകൊണ്ട് വീണ്ടും ഈ ഒരു ഡിമാൻഡ് ബിൽഡപ്പിൻ്റെ സൈഡിൽ നിന്ന് ഈ ഒരു VIP ടാപ്പ് ചെയ്തപ്പം ഞാൻ എൻട്രി എടുത്തു. അത് ഞാൻ വെയിറ്റ് ചെയ്താണ് എൻട്രി എടുത്തത്. ഇവിടുന്ന് അഗ്രസീവ് ആയിട്ടാണ് ഈ VIP ബ്രേക്ക് ചെയ്താണ് പോയത്. അപ്പോൾ ഈ VIP ബ്രേക്ക് ചെയ്തൊരു റിവേഴ്സൽ പോലെ കണ്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്നാണ് ബൈ ചെയ്തത്. ഏകദേശം ഒരു സൂപ്പർ എൻട്രി ആയിരുന്നു. ഏകദേശം പ്രീമിയത്തിൽ ഏകദേശം 90 പോയിന്റ്സ് ക്യാപ്ചർ ചെയ്ത് ഏകദേശം 20,000 റുപ്പീസ്. ഞാൻ ലോ ക്വാണ്ടിറ്റി ആണ് ആഡ് ചെയ്തത്, കാരണം ഓൾറെഡി ടാർഗറ്റ് ആണ് ഫസ്റ്റ് എൻട്രി. സെക്കൻഡ് എൻട്രി SL ആണ്. അപ്പം ചെറിയ ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് എടുക്കാന്നുള്ള രീതിയിൽ 90 പോയിന്റ്സ് ആണ് പ്രീമിയത്തിൽ കിട്ടിയത്. ഏകദേശം 20,439 റുപ്പീസ് ഇതിൽ പ്രീമിയത്തിൽ ക്യാപ്ചർ ചെയ്യാൻ പോയിന്റ് പ്രോഫിറ്റ് കിട്ടി. ഇവിടെ ഏകദേശം 7,000 റുപ്പീസ് ആണ് ലോസ് വന്നത്. ഈ ഒരു എൻട്രിയിൽ എനിക്ക് പ്രോഫിറ്റ് വന്നത് ഏകദേശം 11,748 റുപ്പീസ് ആണ്. അപ്പോൾ ഓവറോള് എനിക്ക് പ്രോഫിറ്റിലാണ്. ഏകദേശം 7,200 റുപ്പീസ് ലോസ് ആയെങ്കിലും അത് വലിയ പ്രശ്നമല്ല, കാരണം 20,439 റുപ്പീസ് പ്രോഫിറ്റും 11,748 റുപ്പീസ് പ്രോഫിറ്റും ഉണ്ട്. അപ്പോൾ ഓവറോൾ ഞാൻ ഏകദേശം 24,987 റുപ്പീസ് പ്രോഫിറ്റിലാണ്. ഏകദേശം 25,000 റുപ്പീസ്. ഇതൊരു ഇന്നത്തെ മാർക്കറ്റ് അത്യാവശ്യം നല്ല മാർക്കറ്റാണ്. അത്യാവശ്യം വോളറ്റിലിറ്റി ഉള്ള, അത്യാവശ്യം പ്രീമിയത്തിനൊക്കെ നല്ല അധികം മെൽറ്റിംഗ് ഒന്നും ഇല്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും പോയിന്റ്സ് എല്ലാം. ഇതിൽ മെയിനായിട്ട് വരുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൂസ് ചെയ്യുമ്പം ഇപ്പം എനിക്ക് ലൂസ് ചെയ്തപ്പോൾ എനിക്ക് 7,200 റുപ്പീസ് ലൂസ് ചെയ്തു. കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11,748ഉം 20,000 ഒക്കെ. അപ്പം ലൂസ് ചെയ്യുമ്പോൾ മാക്സിമം കുറച്ച് ലൂസ് ചെയ്യുക, നമ്മുടെ റിസ്കിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ലൂസ് ചെയ്യുക. ഞാൻ മാക്സിമം ഒരു ട്രേഡിൽ ലൂസ് ചെയ്യുന്ന 1%. അതിൽ കൂടുതൽ ഞാൻ ലൂസ് ചെയ്യില്ല. അപ്പോൾ അതുപോലെ ലൂസ് ചെയ്യുമ്പോൾ മാക്സിമം കുറച്ച് ലൂസ് ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റുകളൊക്കെ മാക്സിമം എടുക്കാൻ നോക്കുക. അതായിരിക്കും ബെറ്റർ. സോ ഇതാണ് ഇന്നത്തെ ഒരു ലോജിക്ക്, ഇന്നത്തെ ട്രേഡ് ലോജിക്കൊക്കെ.